പറ്റും ഓണം ഉണ്ണണം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഈ ഓണത്തോടൊപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഓണസദ്യയും അല്ലേ. 60ഓളം വിഭവങ്ങൾ വിളമ്പുന്ന ആറന്മുള വള്ളസദ്യ മുതൽ ഇറച്ചിയും മീനും ഉൾപ്പെടുന്ന നസ്രാണി സദ്യ വരെ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ഒരു സമ്മിശ്രമായ ഓണസദ്യയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രുചിയുടെ ഒരു ബോംബാണ് നമ്മുടെ ഓണസദ്യ. സദ്യ ഉണ്ണുന്ന ചിട്ടവട്ടങ്ങൾക്ക് ഒരു രീതിയുണ്ട്. ഇലയുടെ ഇടത്തെ അറ്റം മുതൽ ഒരു വട്ടം കറങ്ങി ഇടത്തെ അറ്റത്ത് തന്നെ അവസാനിക്കുന്നതാണ് നമ്മുടെ സദ്യയുടെ ഭക്ഷണ രീതി. ആർക്കെങ്കിലും അത് അറിയാമായിരുന്നോ? ഇലയുടെ ഇടത്തെ മൂലക്കിരിക്കുന്ന ചിപ്സും ശർക്കര വരട്ടിയുമാണ് ആദ്യം കഴിക്കേണ്ടത്. അപ്പോഴേക്കും ഇലയിൽ വീഴുന്ന ചൂട് ചോറിനെ പതച്ചുകൊണ്ട് പരിപ്പും നെയ്യും വരും. അതിലേക്ക് ഒരു പപ്പടത്തിന്റെ പകുതി പൊടിച്ച് കുഴച്ച് കഴിക്കണം. പരിപ്പ് കറിക്ക് കൂട്ടായി കൂട്ടുകറിയും തോരനും അവിയലിന്റെ കുറച്ച് ഭാഗവും പിന്നെ പച്ചടിയും ആവാം. അടുത്തതായി വരുന്ന സാമ്പാറിന് കൂട്ടായി മധുരപ്പച്ചറിയും അവിയലും തോരനും കൂട്ടാം. ഏതെങ്കിലും ഒരു അച്ചാറും നമുക്ക് മേമ്പടിയായി കഴിക്കാം. ഇനി പായസങ്ങളുടെ വരവാണ്. പ്രഥമൻ പഴവും പപ്പടവും കൂട്ടിയാണ് കഴിക്കേണ്ടത്. മധുരം ചെകിടിപ്പിക്കുന്നതാകുമ്പോൾ ആ അച്ചാറിലൊന്ന് തൊട്ടു നോക്കൂ. വീണ്ടും 10 പായസം കൂടെ കഴിക്കാൻ നമുക്ക് പറ്റും. സദ്യകളുടെ പായസത്തിന്റെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ ഓരോ പായസവും മധുരം കൂടി വരുമ്പോൾ അച്ചാറിന്റെ രസം നമുക്ക് ആശ്വാസം തരും. പ്രഥമനും കടലപ്രഥമനും പഴം കൂട്ടി കഴിക്കുമ്പോൾ പാൽപായസം പഴം കൂട്ടി കഴിക്കരുത്. പാൽപായസം മാത്രമായോ ബോളിയോ ബൂന്തിയോ കൂട്ടിയാണ് നമ്മൾ പാൽപായസം കഴിക്കുന്നത്. വടക്കൻ കേരളത്തിൽ പായസം കഴിച്ചോടെ സദ്യ അവസാനിപ്പിക്കും. എന്നാൽ വീണ്ടും ഒരു തവണ കൂടി ചോറിട്ട് കുറച്ച് പുളിശ്ശേരി, രസം, മോര് ഇത്രയും ആയാലേ സദ്യ പൂർണ്ണമാവും. ഇപ്പോഴാണ് നമ്മൾ ഇലയിൽ അവശേഷിച്ച തൊടുകറികൾ തീർക്കേണ്ടത്. പക്ഷെ ഇഞ്ചിക്കറിയെ തൊടരുത്. മോരും കൂട്ടി ചോറ് കഴിച്ചിട്ട് ആ ഇഞ്ചിക്കറി ഒന്ന് തൊട്ട് നാവിൽ വെക്കുക. സദ്യ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇലയുടെ ഇടത്ത് നിന്ന് തുടങ്ങി ഇടത്ത് തന്നെ സദ്യ അവസാനിക്കുന്നത്. തൊടുകറികളും പരിപ്പും സാമ്പാറും മോരും ഉൾപ്പെടുന്ന നമ്മുടെ ഓണസദ്യ ചേരുംപടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഒരു രുചിയുടെ വിസ്ഫോടനമാണ് നടക്കുന്നത്. അടുത്ത പ്രാവശ്യം സദ്യ കഴിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ. നിങ്ങൾ ഇതുവരെ കഴിച്ച സദ്യയിൽ നിന്നും വളരെ വ്യത്യാസമായിരിക്കും തീർച്ച. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.